നമ്മൾ ജനുവരി 1 പുതുവർഷം ആഘോഷിക്കുമ്പോൾ ഏപ്രിൽ 1 എന്തുകൊണ്ടാണ് സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നതെന്നറിയാമോ? അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. AD 630 വരെ 304 ദിവസം ഒരു വർഷമായി കൂട്ടിയിരുന്നു. സൂര്യന്റെ ചലനവുമായി ബന്ധമില്ലാത്ത പ്രകൃതി വിരുദ്ധമായ പുതുവർഷം. ഇറ്റ്സ് നോട്ട് സയന്റിഫിക്. കിഴക്കിന്റെ ദിനം ഏപ്രിൽ മാസത്തിലെ മേടമാസം ചൈത്ര നക്ഷത്രമാണ്. വിഷുവും അന്നാണ്. തമിഴ് മക്കൾക്ക് ചിത്തിര തന്നെ പുതുവർഷം. പിന്നെ എങ്ങനെയാണാവോ പുതുവർഷം ജനുവരി 1 ആയത്? ഏതായാലും പുതുവർഷപ്പിറപ്പിന്റെ മാസം അറിയിക്കുന്ന വിഷുപക്ഷി അറിയിച്ച ഏപ്രിലിനെ ഏപ്രിൽ ഫൂളാക്കിയ തുഗ്ലക് സാഹിബ് രാജാവ് യൂറോപ്പുകാരോട് ദേഷ്യം തീർത്ത വിട്ടി ദിനമാണ് ജനുവരി 1. എങ്കിലും സാമ്പത്തിക വർഷക്കണക്ക് ഇന്നും ഏപ്രിലിൽ തുടരുന്നു. യൂറോപ്പിലെ ഒരു മന്ദബുദ്ധി രാജാവ് കപ്പൽ യാത്രയിൽ കുടുങ്ങി ഏപ്രിലിലെ യഥാർത്ഥ പുതുവർഷ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. മാസങ്ങൾക്ക് ശേഷം ജനുവരിയിൽ കരയ്ക്ക് തിരിച്ചു വന്ന രാജാവ് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ജനുവരിയിൽ വീണ്ടും പുതുവർഷം ആഘോഷിച്ചു. എതിർത്ത ജനങ്ങളെയും ശാസ്ത്രജ്ഞന്മാരെയും തടവിലാക്കി യഥാർത്ഥ പ്രകൃതിദത്ത പുതുവർഷമായ ഏപ്രിലിനെ വിഡ്ഢിദിനമാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളോടുള്ള ദേഷ്യം തീർത്ത് പകരം വീട്ടി. പറഞ്ഞു വരുമ്പോൾ ജനുവരി 1 പുതുവർഷമെന്ന് കരുതുന്നവർ, ആഘോഷിക്കുന്നവർ യഥാർത്ഥത്തിൽ വിഡ്ഢികളാകുകയാണ്. പിന്നെ കുടിച്ചു കൂത്താടാനും ഒരു ദിവസം വേണമല്ലോ. അതുമാത്രമാണ് പ്രകൃതിയുമായി സൂര്യചലനങ്ങളുമായി ബന്ധമില്ലാത്ത സയന്റിഫിക് അല്ലാത്ത ജനുവരി 1 പുതുവർഷം. ഏഷ്യയിലെ ഉയർന്ന ശാസ്ത്രീയ സംസ്കാരമുള്ള ജനങ്ങളും രാജ്യങ്ങളും ഏപ്രിലാണ് അവരുടെ തനത് ശാസ്ത്രീയ പുതുവർഷം ആഘോഷിക്കുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യ, ചൈന, ജപ്പാൻ, കൊറിയ, ലങ്ക. കണിക്കൊന്ന പൂക്കുന്ന ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് ഭാരതത്തിലെ ഓരോ പ്രവിശ്യകളിലും സയന്റിഫിക്കായ രീതിയിൽ പുതുവർഷം ആഘോഷിക്കുന്നത്. കേരളത്തിൽ വിഷു, ആസാമിലും ബംഗാളിയിലും ബിഹു, പഞ്ചാബിൽ വൈശാഖി, തമിഴകത്ത് ചിത്തിര പൊങ്കൽ, ആന്ധ്രയിൽ ഉഗാദി, അങ്ങനെ. കോടി വർഷം ഇനി തുടർന്നാലും ചിത്തിരനാളിൽ സൂര്യൻ നേർ കിഴക്ക് തന്നെ വരും. കിഴക്ക് നോക്കിയാണ് ഭാരതീയർ ഉണരേണ്ടതും വളരേണ്ടതും. 2026 കുറെ നല്ല ജീവിത ശൈലികൾ തുടങ്ങാൻ നമുക്ക്. പൂർവികർ ആചരിച്ച കുറെ നന്മകളിലൂടെ യാത്ര ചെയ്യാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ.